ഹേ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ ഫുക്കോക്ക് ഐലൻഡിലേക്കാണ്. ജാനുവരി 28 നൈറ്റ് 12 PM നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മളൊരു 8 മണി 8:30 അടുപ്പിച്ചിട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മുടെ ചെക്ക് ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള 1.5 hours നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എയർ ഏഷ്യക്കാണ് നമ്മൾ പോകുന്നത്. റൗണ്ട് ട്രിപ്പിന് നമ്മൾ എയർ ഏഷ്യ തന്നെയാണ് ചൂസ് ചെയ്തത്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് 2 hours മലേഷ്യയിൽ ലേ ഓവർ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 9 hours മലേഷ്യയിൽ ലേ ഓവർ ഉണ്ടായിരുന്നേ. അങ്ങനെ കറക്റ്റ് 12 മണിക്ക് തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് എടുത്തു. ഒരു 4 hours ശേഷം നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മലേഷ്യ നമ്മൾ എത്തിയ സമയം 7:30 അവിടുത്തെ ടൈം നമ്മുടെ ഇന്ത്യൻ ടൈമും തമ്മിൽ കുറച്ച് അവേഴ്സ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. അത് കാരണമാണ് 7:30 കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ തപ്പി ഇറങ്ങി. അവിടെയാണെങ്കിൽ എല്ലാ മലേഷ്യൻ റിങ്കറ്റിലാണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്താണെങ്കിൽ കറൻസി എക്സ്ചേഞ്ച് ഒന്നും ചെയ്യാത്തത് കാരണം മലേഷ്യ റിങ്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ട്രാൻസാക്ഷനൊക്കെ നടത്തിയിരുന്നത് സ്കേപ്പിയ എന്ന് പറഞ്ഞൊരു കാർഡ് ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാർഡ് വഴിയാണ് നമ്മൾ ബില്ലൊക്കെ മലേഷ്യൻ എയർപോർട്ടിലൊക്കെ പേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മലേഷ്യ ചെന്നിട്ട് ഫസ്റ്റ് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ന്യൂഡിൽസ്, ഗാർലിക് ബ്രെഡ്, അതുപോലെ കുറച്ച് ജാസ്മിൻ റൈസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മലേഷ്യൻ ഫുഡൊക്കെ അത്ര ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് എല്ലാ സാധനത്തെ റേറ്റൊക്കെ നോക്കി അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ 2 hours ഓഫ് ലേ ഓവറിൻ്റെ സമയം കളഞ്ഞത്. പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള കോൾ വന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. മലേഷ്യയിൽ നിന്ന് ഫുക്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് ആണ്. മലേഷ്യയിൽ നിന്ന് ഒരു 1.5 hours ഓഫ് ട്രാവലേ ഉള്ളൂ ഫുക്കോക്കിലേക്ക്. പിന്നെ നമ്മൾ എയർ ഏഷ്യയിലാണ് പോണേന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. എയർ ഏഷ്യ എന്ന് പറയുന്നത് മലേഷ്യൻ എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആണ്. മലേഷ്യ എയർപോർട്ടിൽ എയർ ഏഷ്യക്ക് തന്നെ പ്രത്യേക ഒരു ടെർമിനലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി പോണത്. പിന്നെ നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് പോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പാക്കേജ് എടുത്തിട്ടല്ല പോയത്. നമ്മൾ ഫുക്കോക്ക് ഐലൻഡിനെ പറ്റി കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോണത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിന് അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് ആയതെന്ന് പറഞ്ഞാൽ 57,000 ആണ് ഫോർ എ കപ്പിള്. പിന്നെ എത്ര ദിവസമായിരുന്നു നമ്മുടെ ട്രിപ്പ് എന്നൊക്കെ ചോദിക്കുന്നവരോട് 1 week ആയിരുന്നു നമ്മൾ ട്രിപ്പിന് വേണ്ടി എടുത്തത്. ബിക്കോസ് നമുക്ക് റൗണ്ട് ട്രിപ്പിൽ എയർ ഏഷ്യ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നല്ലോ. അന്നേരം ആ ഒരു ഫ്ലൈറ്റ് 1 weekന് ശേഷം ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്. ഇത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഡേ ടൈമിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് അതുപോലെ ക്ലിയർ സ്കൈ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. അങ്ങനെ നമ്മൾ ഒരു 1.5 hours കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഫുക്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇതാണ് ഫുക്കോക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. പിന്നെ നമ്മുടെ ചെക്ക് ഔട്ട് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി.